പ്രോട്ടീൻ എന്നല്ല, എന്തും കൂടുതലായി കഴിച്ചാൽ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ പ്രോട്ടീൻ ഇപ്പോൾ എല്ലാവരും പരക്കെ ചോദിക്കുന്നവരാണ്. ക്ലിനിക്കിലൊക്കെ വരുന്ന എല്ലാവരും ഇപ്പോൾ വർക്കൗട്ടിനൊക്കെ പോകുന്നവർ ഗട്ട് കറക്ഷന് വേണ്ടി സ്ഥിരമായിട്ട് ക്ലിനിക്കിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രോട്ടീൻ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് ഡയബറ്റീസ്, കിഡ്നി ഡിസോർഡേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഒരു മിനിമം വ്യായാമവും ഉണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഭാരം, അതായത് പെർ കെ ജിക്ക് 0.8 മുതൽ 1 ഗ്രാം വരെ നമുക്ക് പ്രോട്ടീൻ ഉപയോഗിക്കാം. ഇതിൽ 50% എബോവ് പ്രോട്ടീൻസും നാച്ചുറൽ സോഴ്സിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 100% നിങ്ങൾക്ക് നാച്ചുറൽ സോഴ്സിൽ നിന്ന് തന്നെ പ്രോട്ടീൻ ഉപയോഗിച്ച് ശരീരത്തെ ആരോഗ്യത്തിലാക്കുക, അത് മസിൽ കൺവേർഷനിലേക്ക് വരുത്താൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ്. പ്രോട്ടീൻ പൗഡറുകളിൽ ഉണ്ടാകുന്ന പ്രിസർവേറ്റീവ്സ്, അങ്ങനത്തെ ഇതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മളെ നാച്ചുറലായ സോഴ്സിൽ നിന്ന് തന്നെ ഈ പ്രോട്ടീൻ്റെ കൺസംഷൻ ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീൻ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവുന്നുണ്ട്, അത് നിങ്ങൾക്ക് കൺവേർഷൻ ശരീരത്തിൽ കൊണ്ടുവരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒരു ജോലിയില്ലാതെ അല്ലെങ്കിൽ ഒരു ശരീരത്തിന് വ്യായാമം ഇല്ലാതെ, ജോലിയില്ലാതെ എന്ന് ഉദ്ദേശിച്ചത് ശരീരത്തിൽ വ്യായാമം ഇല്ലാത്ത ഒരാൾ ഇത്രയും വളരെ വലിയൊരളവിൽ പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിന് ദോഷം തന്നെ ചെയ്യും. അതേപോലെ ഒരു അത്ലറ്റ് ആണെന്ന് വിചാരിക്കുക, നന്നായിട്ട് ബോഡി എക്സൈറ്റ് ആവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 1.2 to 1.6 ഗ്രാം വരെ പെർ കെ ജി ബോഡി വെയ്റ്റിനനുസരിച്ച് അവർക്ക് പ്രോട്ടീൻ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഈ പ്രോട്ടീൻ ഉപയോഗിക്കുമ്പം അപകടം കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജിമ്മിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നു, കൺസിസ്റ്റൻസി ഇല്ലാത്ത ആളുകൾ മറ്റുള്ള ആളുകളുടെ മസ്കുലർ സ്ട്രെങ്തൊക്കെ കാണുമ്പോഴത്തേക്കിന് അവർക്ക് തോന്നും ഒന്ന് അതുപോലെ ആയേക്കാം. അപ്പോൾ കൺസിസ്റ്റൻസി കുറയുകയും അവരുപയോഗിക്കുന്ന പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അതെപ്പോഴും നമ്മൾക്ക് മാച്ച് ആവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അവിടെയാണ് കിഡ്നി ഡിസോർഡേഴ്സൊക്കെ ഉള്ളത്. ആദ്യം നമ്മൾ നമ്മളുടെ ശരീരത്തിന് ഒരുമിച്ചൊരു ഇൻടേക്ക് കൊണ്ടുവരാതെ പടിപടിയായി ക്രമേണ കൊണ്ടുവരുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്.